കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരികയാണ്. കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും യുവതി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം അവിടെ നടന്ന വിലമതിക്കാനാവാത്ത സ്വർണത്തിൻ്റെ കവർച്ച കേരളം നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൻ്റെ ഫലമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാരനും ഉൾപ്പെടെയുള്ള നിരവധിയായ CPM നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയുണ്ടായി. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ SITയുടെ മേലുള്ള സമ്മർദ്ദം കാരണം ഈ ആളുകളൊക്കെ ജാമ്യം തേടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അവർക്ക് സ്വാഭാവികമായ ജാമ്യം അനുവദിച്ചതാണ്. ഇത് അനുവദിക്കാനുള്ള കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ്. സ്വാഭാവികമായി കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ജാമ്യം ലഭിച്ചു. ഇനി 1-2 ആളുകൾക്ക് മാത്രമാണ് ഇനിയിപ്പോൾ ജാമ്യം കിട്ടാനുള്ളത്. അപ്പോൾ ശബരിമലയിലെ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം എവിടെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന അപൂർവങ്ങളായ ഈ സ്വർണം എവിടെ പോയി എന്ന് എന്തുകൊണ്ട് SIT കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അത് ഒരു വലിയ പ്രശ്നമായി കേരളത്തിലെ ഭക്തജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ട സന്ദർശിക്കുന്നത്. ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രി പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായ സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള തീരുമാനമെടുത്തത് ഈ മുഖ്യമന്ത്രിയാണ്. അന്നങ്ങനെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എന്തൊരു ആവേശമായിരുന്നു. ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ മുന്നിൽ വന്നുകൊണ്ടാണ് തടഞ്ഞത്. ഇപ്പോഴും ആചാരങ്ങൾ ലംഘിക്കാനുണ്ട് എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നുണ്ടോ? ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് വേണ്ടി മുൻകൈയെടുത്ത മുഖ്യമന്ത്രി വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകുമോ? ഇവിടെ അത് മാത്രമല്ല, മുഖ്യമന്ത്രി ഒരു കാര്യത്തിനൂടി മറുപടി പറയേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് ശബരിമല യുവതി പ്രവേശനത്തെ സംബന്ധിച്ചുള്ള അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാദം കേൾക്കുന്ന വേളയിൽ കേരള ഗവൺമെൻറ്റിനോട് അഭിപ്രായം ചോദിച്ചു. കേരള ഗവൺമെൻറ് കൊടുത്ത റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്നത് കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, അവരുടെ താല്പര്യം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ സുപ്രീം കോടതി കൊടുത്ത റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിടത്ത് പോലും യുവതി പ്രവേശനത്തിനെതിരായ ഒരു നിലപാടും കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല.
സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന റിട്ടേൺ അഫിഡവിറ്റ് യുവതി പ്രവേശനത്തിന് എടുത്ത നേരത്തെ ഉള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം എന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. അങ്ങനെ നേരത്തെ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരങ്ങൾ ലംഘിക്കാനാണ് എന്ന് സ്ഥാപിച്ച മുഖ്യമന്ത്രി പഴയ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് കേരളത്തിലെ ഭക്തജനങ്ങൾ തിരിച്ചറിയണം. കേരള ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയാണ് UDF ഗവൺമെൻറ് അഫിഡവിറ്റ് യുവതി പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുത്തത്. കേരള ഗവൺമെൻറ്റിൽ തലപ്പത്തേക്ക് പിണറായി വിജയൻ വന്ന ശേഷമാണ് ഈ അഫിഡവിറ്റ് തിരുത്തി കൊടുത്ത യുവതി പ്രവേശനം സാധ്യമാക്കിയത്. അപ്പോൾ ഇപ്പോഴും യുവതി പ്രവേശനം നടത്തണമെന്നതാണ് കേരള ഗവൺമെൻറ് നിലപാട് എന്നത് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകൾ അവരുടെ പേരിൽ എന്തുകൊണ്ട് പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല? പാർട്ടി രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ച ആളുകൾക്കെതിരെ സംസാരിച്ചതിന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ സംസാരിച്ചതിന് ഗോവിന്ദനെ പുറത്താക്കി. പക്ഷേ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച അതിന് കൂട്ടുനിന്ന പത്മകുമാറും വാസുവും അടക്കമുള്ള CPM നേതാക്കന്മാരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഭക്തജനങ്ങളോടുള്ള ഏറ്റവും വലിയ കബളിപ്പിക്കലല്ലേ? ഇന്ന് അവരുടെ പേരിൽ നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം ശബരിമല തന്നെയാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ നേരിടുകയാണ്. എല്ലാ മതസ്ഥർക്കും പോകാൻ കഴിയുന്ന ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായ മതേതരത്വത്തിൻ്റെ പവിത്രഭൂമിയായ ശബരിമലയിൽ ഇവർ ചെയ്തിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകൾക്കുമെതിരായി ജനങ്ങൾ പ്രതികരിക്കും. ആഗോള അയ്യപ്പ സംഗമം നടത്തി 7 കോടി രൂപ തട്ടിച്ചു. അതിൻ്റെ കണക്ക് ഇതുവരെ കോടതിയിൽ കൊടുക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ശബരിമലയെ ഒരു കറവ പശുവാക്കി മാറ്റാനും അവിടുത്തെ വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്ത ഓരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF എന്നും വിശ്വാസികളോടൊപ്പമാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. മാറി മാറി നിലപാടുകൾ പറയുന്ന CPM ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന വഞ്ചനാത്മകമായ നിലപാടാണ്. ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ എത്തുമ്പോഴെങ്കിലും യുവതി പ്രവേശനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം. ശബരിമലയിൽ നടന്ന കൊള്ളകൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന കൊള്ളകളാണ്. ഇതുവരെ സ്വർണം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വരണം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ. ചിത്രം തെളിയുന്നത് ഇന്നോടുകൂടിയാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിൽ CPM BJPയെ ചില സ്ഥലങ്ങളിൽ വിജയിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. NDAയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിച്ചാൽ അത് വ്യക്തമാകും. 22 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2020 നൽകിയത്. അത് 2 പേർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം
വോട്ടർ പട്ടിക പേരിലായിരുന്നു. ഈ 2020 നൽകിയ സീറ്റുകൾ ആരാണ് മത്സരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. BDJSന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്, NDAയുടെ സായി. അവരാരാണെന്ന് ആർക്കും അറിയില്ല. ഇതാണ് കഴിഞ്ഞ തവണയും കഴിഞ്ഞ 2020 ഇല്ലായിരുന്നു, BDJS ഉണ്ടായിരുന്നു. ഞാൻ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയും CPMനെ വിജയിപ്പിക്കാൻ വോട്ട് മറിച്ചു എന്നുള്ള എൻ്റെ ആരോപണം 100% സത്യമായിരുന്നു. അവിടെ ഇവരുടെ വോട്ട് കാണാനില്ലല്ലോ, BJPയുടെ വോട്ടുകൾ കാണാനില്ലായിരുന്നു. NDAയുടെ വോട്ടുകൾ കാണാനില്ലായിരുന്നു. അപ്പം കേരളത്തിൽ BJPയും CPMും തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയമായ കുതിരക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് സ്ഥാനാർത്ഥി 30,000 വോട്ട് പിടിച്ച സ്ഥലത്ത് BJP ഇല്ല. സ്ഥാനാർത്ഥി വേറെ ഒരു സംഘടനയുടെ പേരിലുള്ള സ്ഥാനാർത്ഥി, ആരാണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ പല നിയോജക മണ്ഡലങ്ങളും എടുത്താൽ CPMും BJPയും തമ്മിലുള്ള ധാരണ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അത് UDF അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടിയുള്ള മാർഗമാണ്. ഞാൻ ഒരു കാര്യം പറയാം, BJPക്ക് ചെയ്യുന്ന NDAക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPMനെ സഹായിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്, ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിനെ തടയിടാൻ വേണ്ടിയാണ് പാലക്കാടും ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥികൾ 22 സീറ്റാണ് 2020 നൽകിയിരിക്കുന്നത്. ആരാണ് ഈ 22? 2 പേർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റി. BDJSന്റെ സ്ഥാനാർത്ഥികൾ. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഡീലാണ്. കേരളത്തിൽ UDF ഗവൺമെൻറ് വരാതിരിക്കാൻ 2021 ചെയ്തതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് CPMും BJPയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാറില്ല, നരേന്ദ്രമോദിയെ വിമർശിക്കാറില്ല, അമിത്ഷായെ പറ്റി പിണ്ടാറില്ല. കാരണം അവരുടെ ഡീല് വളരെ വ്യക്തമാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്ത് ഡീലുണ്ടായാലും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. BJPക്ക് ചെയ്യുന്ന വോട്ട് CPMനെ സഹായിക്കും എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം കത്തി നിൽക്കുന്ന കേരളത്തിൽ കുറേ വോട്ടുകളെങ്കിലും അതിൽ നിന്നും പിടിച്ചു മാറ്റാൻ CPMനെ സഹായിക്കാനുമാണ് BJPയും NDAയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉന്നത തലത്തിൽ മോഡിയും അമിത്ഷായും പിണറായി വിജയനും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ്. ഇതിനെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. BJPക്ക് 4-5 MLAമാരെ ഉണ്ടാക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CPMനെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള അവിശുദ്ധമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് കേരളത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും ശരി, ആ പൊളിറ്റിക്കൽ ഡീലിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും. ജനങ്ങളുടെ പിന്തുണയോടെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും CPMൻ്റെയും ഈ അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഞങ്ങൾ തുറന്നു കാണിക്കും. അതുപോലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്ത ഞാൻ പുസ്തകത്തിൽ വായിച്ചു. G. സുധാകരനെ പോലെയുള്ള അഴിമതിരഹിതമായി മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച വ്യക്തിക്കെതിരായി അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വളരെ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒന്നാണ്. G. സുധാകരൻ എന്ത് ചെറ്റത്തരവാ കാണിച്ച്? കോൺഗ്രസിൽ എത്ര പേര് CPM ചേർന്നു? അവരൊക്കെ
രണ്ട് കൈ നീട്ടി സ്വീകരിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ ഇത്? തൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ ഏണ്ട 6 പതിറ്റാണ്ട് കാലം CPM വേണ്ടി പ്രവർത്തിച്ച് സമുന്നതനായ നേതാവായി മാറിയ 2 തവണ മന്ത്രിയായിരുന്ന G. സുധാകരൻ പാർട്ടി വിടാൻ നിർബന്ധിതനായി തീർന്നതാണ്. അദ്ദേഹത്തെ ജനങ്ങളാണ് സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. അത് തടയാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി വളരെ നീചമായ ഭാഷ ഉപയോഗിച്ചത്. ഇതിനു മുമ്പും മുഖ്യമന്ത്രി ഇത്തരം ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണോ നവോത്ഥാന നായകൻ്റെ വാക്കുകൾ? NK പ്രേമചന്ദ്രനെ വിളിച്ചത് പരനാറി എന്നാണ്, അല്ലേ? നമുക്ക് ആ വാക്ക് പറയാൻ പോലും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ടജീവി എന്നാണ്. പത്രക്കാരോട് പറഞ്ഞാൽ നിങ്ങൾ കടക്ക് പുറത്തെന്നാണ്. അപ്പം നിങ്ങളെ വിളിച്ചിരുത്തി 1 മണിക്കൂർ ഇൻ്റർവ്യൂ നൽകുന്ന മുഖ്യമന്ത്രി നിങ്ങളെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ ആളാണ്. അപ്പം സുധാകരനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഇത്തരം തരംതാണ ഭാഷ കൊണ്ട് വിമർശിച്ച മുഖ്യമന്ത്രി ജനങ്ങൾ അതിന് അദ്ദേഹത്തെ മാപ്പ് നൽകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീയതി നമ്മുടെ UDF പ്രധാന പരിപാടികൾ ശ്രീ രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് UDF സംഘടിപ്പിക്കുന്ന റാലിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായും തെറ്റായ പ്രചരണങ്ങളാണ് മുഖ്യമന്ത്രി അഴിച്ചുവിടുന്നത്. ഇന്ന് രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായും BJPക്കെതിരായും ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും BJP ഗവൺമെൻറ്റിനെ പല ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്ക് എതിരെ പിണറായി വിജയൻ സംസാരിക്കുന്നത് തൻ്റെ നരേന്ദ്രമോദിക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. മോഡിയെ തൃപ്തിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ വിമർശിക്കുന്നത്. മതേതരത്വത്തെ തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളെയും എതിർത്ത് പരാജയപ്പെടുത്തുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. അപ്പോൾ മോഡി സ്തുതിക്ക് വേണ്ടിയാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്. തെളിവുകളില്ലാതെ പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ആരോപണം മാത്രമാണെന്നതാണ് BJPയുടെയും CPM-ന്റെയും നിലപാട്. ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടണം എന്നാണ് അതിലൂടെ അവർ ആവശ്യപ്പെടുന്നത്. ഞാൻ തെളിവുകൾ പറഞ്ഞല്ലോ. പാലക്കാട്ടെ CPM സ്ഥാനാർത്ഥി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്നില്ല. BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏറ്റുമാനൂരിലെ NDAയുടെ സ്ഥാനാർത്ഥി. ഇനിയും നിരവധി സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. മാത്രമല്ല, കഴിഞ്ഞ 2021 CPM വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന വസ്തുത ഞാൻ കണക്കുകൾ സഹിതം ഉന്നയിച്ചിട്ട് ഇതുവരെ അവർ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന BJP CPM വന്നാലും പ്രശ്നമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. 4-5 സീറ്റ് കിട്ടിയാൽ മതി എന്നാണ് അവരുടെ ലക്ഷ്യം. ഈ 2020 കൊടുത്ത സീറ്റുകൾ ആലോചിച്ചാൽ മതി. അവിടെ എല്ലാം CPM വിജയിപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായി ഒരു പൊളിറ്റിക്കൽ ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയും CPM തമ്മിലുള്ള പലയിടത്തും BDJSന്റെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ മതി. അവിടെയെല്ലാം CPM വിജയിപ്പിക്കാൻ ഈ അന്തർധാര ഫലപ്രദമാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കറിയാം BJPയും CPM തമ്മിലുള്ള ഈ അന്തർധാര ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, ഇത്തവണ നടക്കില്ല.
അല്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ നിർത്തിയത് കെ മുരളീധരനെയാണ്. ഇത്തവണ നിർത്തിയത് ശബരിനാഥനെയാണ്. 2 തവണ MLA ആയ ശബരിനാഥനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഞങ്ങളങ്ങനെ പൊളിറ്റിക്കൽ ഡീലുണ്ടെങ്കിൽ ഇവരെ നിർത്തുമോ? പക്ഷേ പാലക്കാട് സ്ഥാനാർത്ഥിയും ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥിയും 2020 സ്ഥാനാർത്ഥികളും ഒക്കെ NDA നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അതെല്ലാം BJP CPMനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. സാദിഖ് അലി തങ്ങളെ പോലെ പ്രമുഖനായ ഒരു നേതാവിനെതിരെ വളരെ മോശമായ തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റായൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തും ചെയ്യാമെന്നുള്ള ചിലരുടെ ധാരണയാണ്. ആര് ചെയ്തതെന്ന് എനിക്കറിയില്ല. ആര് ചെയ്താലും അത് അക്ഷന്തവ്യമായ തെറ്റാണ്. സാദിഖ് അലി തങ്ങളെപ്പോലൊരു മഹാനായ വ്യക്തിക്കെതിരായി ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ കൊണ്ടുവന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ആര് ചെയ്താലും അത് അവർ അവസാനിപ്പിക്കും. അല്ല, PDP പുരോഗമന കക്ഷിയായിട്ടാണ് CPM കണക്കാക്കുന്നത് അല്ലേ? ഒരു വലിയ പുരോഗമന ഉള്ള ആളുകൾ. ഞങ്ങൾക്ക് ആരെങ്കിലും പിന്തുണ കൊടുത്താൽ അവരൊക്കെ വർഗീയ ശക്തികളും PDP പിന്തുണ കൊടുത്താൽ അത് പുരോഗമന ശക്തികളുമായിട്ട് മാറുന്നതിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, തോമസ് ഐസക്ക് ധാരാളം കാര്യങ്ങൾ പറയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം രമേഷ് പിഷാരടിയെ വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുകയുണ്ടായി. ആദ്യമായിട്ടാണോ കേരളത്തിൽ സിനിമാ നടന്മാർ മത്സരിക്കുന്നത്? അദ്ദേഹം കോമാളി വേഷം കെട്ടുന്ന ആളാണെന്ന് തോമസ് ഐസക്കിനെ പോലെ ഒരാൾ പറയാൻ പാടില്ലായിരുന്നു. അതിനേക്കാൾ കൂടുതൽ കോമാളി വേഷം കിട്ടുന്ന ധാരാളം നടന്മാരെ മത്സരിപ്പിക്കുകയും MLA ആക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPM. ഞങ്ങളാരും അത് പറയുന്നില്ല. പക്ഷേ രമേഷ് പിഷാരടിക്കെതിരായി തോമസ് ഐസക്ക് പറഞ്ഞ ആ പ്രയോഗം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. വളരെ തെറ്റായൊരു കാര്യമാണ്. സിനിമയിൽ അയാൾ അഭിനയിക്കുമ്പോൾ സിനിമയുടെ കഥയ്ക്കനുസരിച്ച് അയാൾ അഭിനയിക്കും, സംവിധായകൻ പറയുന്നതനുസരിച്ച് അഭിനയിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? രമേഷ് പിഷാരടി എന്ത് കോമാളിയാണ്? അല്ല, അതിനകത്ത് BJP ഉണ്ട്. അവർ മാത്രമല്ല, ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPMനെ സഹായിക്കാൻ ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നത്. 2020 22 സീറ്റാണ് മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 പേരുടെ നോമിനേഷൻ കൊടുക്കാൻ ചെന്നപ്പം വോട്ടർപട്ടിക പേരില്ലായിരുന്നു. നിങ്ങൾ പരിശോധിച്ചാൽ മതി 2020 എവിടെല്ലാമാണ് മത്സരിക്കുന്നത്, BDJS എവിടെല്ലാമാണ് മത്സരിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പം BJPയെ ജയിപ്പിക്കുക, 4-5 സീറ്റ് കൊടുക്കുക, ബാക്കി സീറ്റെല്ലാം പിന്തുണ തേടുക എന്നുള്ള 2021 തന്ത്രം ഇവിടെ പ്രയോഗിക്കപ്പെടുകയാണ്. ആ തന്ത്രത്തിൽ ഇത്തവണ കേരളത്തെ ജനങ്ങൾ വീണുപോവില്ല. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഈ സഹായം കിട്ടാൻ പോകുന്നത് CPMനായി. അത് ജനങ്ങൾ തിരിച്ചറിയും. ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആൾ MV ഗോവിന്ദൻ മാസ്റ്റർ. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന കലാപങ്ങളൊന്നും കാണാതെ പ്രതിപക്ഷ നേതാവിനെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയാണ് ഏറ്റവും വലിയ നുണ പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നുണകൾ എത്ര തവണ കേട്ടിട്ടുണ്ട്? വീണ ജോർജുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവാസ്തവമാണെന്ന് കേരളം തിരിച്ചറിഞ്ഞില്ലേ? ഞങ്ങൾ വസ്തുതകൾ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കൂ. ഞങ്ങൾക്ക് നുണയോ തെറ്റോ പറഞ്ഞ് ആളുകളെ അങ്ങനെ കബളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്.
ഞാനത് പലതവണ മറുപടി പറഞ്ഞ ഒരു കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF അധികാരം കിട്ടിയാൽ അത് മുഖ്യമന്ത്രി ആരാകണമെന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇന്ന വ്യവസ്ഥകളൊന്നും ഞങ്ങളിതുവരെ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളെല്ലാം നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞത് ജയിക്കുക എന്നുള്ളതിനാണ് പ്രാഥമിക പരിഗണന. അത് കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും എല്ലാവരും അംഗീകരിക്കും. അതാണ് നമ്മുടെ പാർട്ടിയുടെ സിസ്റ്റം. ഇത് മുഖ്യമന്ത്രി ചർച്ച മനഃപൂർവ്വമായി വലിച്ചിഴക്കുന്നത് അത് CPM-ൻ്റെ ഒരു അജണ്ടയാണ്. UDF തർക്കമുണ്ടെന്ന് വരുത്താനാണ്. UDF ഒരു തർക്കവുമില്ല. ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരാൻ വേണ്ടി പ്രവർത്തിക്കുക. എന്ന് പറഞ്ഞില്ല, എന്ന് അദ്ദേഹം പറഞ്ഞില്ല. തിരഞ്ഞെടുക്കപ്പെടാം അങ്ങനെയും പറഞ്ഞത്. എന്ത് വേണമെന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ പാർട്ടിയുടെ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ആര് വേണമെന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. Voters are not confused. They know what is happening in the state. In CPM there is only one leader. But in Congress party there are so many leaders capable enough to lead the state. That is the beauty of Indian National Congress. There are so many leaders who can be considered as chief minister. But in CPM there is only one leader. If anybody will come, they will not give tickets. Second, they will shift the safe seat to the unsafe seats. That is their system. അങ്ങനെ ഒരു സ്ഥലത്തും റിബലുകൾ ഉണ്ടാവില്ല. നോമിനേഷൻ കഴിയുന്ന സമയം, നോമിനേഷൻ പിൻവലിക്കുന്ന സമയം വരെ അതുണ്ടാവും. ഏതെങ്കിലും 1-2 സ്ഥലത്ത്. ബാക്കി എല്ലാവരും പിൻവലിക്കും. എല്ലാവരും ഒരു മനസ്സോടുകൂടി പോകും. UDF-ലോ കോൺഗ്രസ്സിലോ ഒരു തർക്കവുമില്ല. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, 4 സീറ്റുകൾ CPM പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. ഞങ്ങളതുപോലില്ല. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. CPM തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കേണ്ട ഇന്നാണല്ലോ ലാസ്റ്റ് ഡേറ്റ്. ഇന്നലെയാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ എവിടെയാണ് തർക്കം? LDF-ലല്ലേ കൂടുതലുള്ളത്. അല്ല, കേജ്രിവാളിന് ഞങ്ങളുമായിട്ട് ഡൽഹി പോരാട്ടമുണ്ട്. ഞങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ അത് രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഞങ്ങൾ ഇന്ത്യ അലയൻസ് ഇല്ലായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കാര്യം കേജ്രിവാളിനെതിരായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചതും അവിടെ തെരഞ്ഞെടുപ്പിൽ പോരാടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നേരെയുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ പാർട്ടി രേഖപ്പെടുത്തി കാണും. അതിനെന്താ തെറ്റ്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.